വലിയ ഗന്ധകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വലിയ വലിയ പോർവിമാനങ്ങൾ വരികയും അങ്ങനെ വേറൊരു രാജ്യത്തേക്ക് വന്നപ്പോൾ ആ രാജ്യത്ത് ഇതെല്ലാം കൂടി വർഷിച്ചപ്പോൾ അതിൻ്റെ ഗന്ധകങ്ങൾ ശ്വസിച്ചുകൊണ്ട് ധാരാളം പേർ രോഗികളാകുകയുണ്ടായി. അതോടൊപ്പം വീടും നാടും മുഴുവൻ എങ്ങനെ കെട്ടിയടക്കണമെന്ന ട്രെയിനിങ് ആയിരുന്നു അവിടെ ആ യുദ്ധസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ കെമിക്കൽ ശ്വസിച്ച് നമ്മൾ മരിച്ചു പോവുക, അതിന് വലിയ മൂടുപടങ്ങൾ എങ്ങനെ ഇടാം എന്നുള്ളതിൻ്റെയൊക്കെ ട്രെയിനിങ്. ഇത് കൊടുക്കുന്ന പ്രക്രിയയിൽ നമ്മൾ മുൻനിരയിൽ നിൽക്കുകയും മറ്റു സംഘടനകളൊക്കെ ഇത്തരം ട്രെയിനിങ്ങുകൾ ലൈഫ് സേവിങ് പ്രോഗ്രാമുകളൊക്കെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ മുമ്പിൽ നിൽക്കുകയും മറ്റു സംഘടനകൾ ആ ട്രെയിനിങ് നമ്മിൽ നിന്ന് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസൻസ് എത്ര നിശബ്ദമായിട്ടും നമ്മൾ വളരെ സജീവമായി പ്രസൻസ് ഉണ്ടാവുകയും ഇപ്പോൾ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിരുദ്ധ എന്താണോ നമ്മൾ വിരുദ്ധ ക്യാമ്പയിനുകളാണ് എല്ലാ സംഘടനകളും മത്സരിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്തരം ഒരു ക്യാമ്പയിനും നടത്താതെ തന്നെ അതിനെ തടുക്കാനുള്ള ചില പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, ഞാൻ വരുമ്പോൾ 3 പേര് ഇന്ത്യക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കുവൈത്തിൽ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. 3 തവണ കുറഞ്ഞിട്ടുള്ള ഓയിലിൻ്റെ പ്രൈസ് 3 തവണ കുറഞ്ഞിട്ടുള്ള അതിൻ്റെ അത്ര കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റൊക്കെ ചുരുക്കിയിരിക്കുന്നു. ഇപ്പൊ ആളുകൾ കെട്ടിയും പെട്ടിയും ഒക്കെ എടുത്ത് എങ്ങനെയാണോ നേരത്തെ നിങ്ങൾ പ്രവാസികളെ എങ്ങനെയൊക്കെ അവിടെ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ എന്നുള്ള വേദനകളൊക്കെ ഉണ്ടല്ലോ, ആ വേദനകളൊക്കെ ശമിപ്പിച്ചുകൊണ്ട് എങ്ങനെ വരാം എന്നുള്ളിടത്ത് എത്തിയിരിക്കുന്നു. അത് ദുബായിൽ കുവൈത്തിലുള്ളതിനേക്കാൾ കുവൈത്തിലെ വലിയ സാമ്പത്തിക ആണിക്കല്ലുകളായ ഇൻവെസ്റ്റ്മെന്റ് ഹൗസ് 20% അതിൻ്റെ ശമ്പളം കുറച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ആളുകളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പോകാൻ തയ്യാറായിക്കൊള്ളുക എന്ന്. ചില ആളുകളെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു. അത് ദുബായിൽ കൂടുതലുണ്ട് എന്നാണ് നമ്മളുടെ അറിവ്. ഇതിൻ്റെ കണക്കുകളും വ്യവസ്ഥകളും ഒന്നും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക് കുവൈത്തിലെ ആളുകളുടെ ഒരു വികാരം, ഒരു റീഹാബിലിറ്റേഷൻ ഫണ്ട് അർജന്റായിട്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ അഖിലേന്ത്യാ വ്യാപകമായിട്ട് ഉണ്ടാക്കുകയും ഗൾഫ് റിട്ടേണീസിനെ വളരെ കാര്യക്ഷമമായി താങ്ങുന്ന ഒരു സംഭവം, ഒരു ഏതെങ്കിലും ഒരു ക്ഷേമനിധി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. സമ്മേളന പരിപാടികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം തന്നെ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് സെഷനിൽ തന്നെ പ്രവാസികളായ ആളുകളെ സംഘടന പരിഗണിച്ചിരിക്കുന്നു എന്നുകൂടി ഈ തരുണത്തിൽ സഹോദരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം